ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ രജനീകാന്തിന്റെ പുതിയ തമിഴ് സിനിമയാണല്ലോ കൂലി. മോളിവുഡിൽ ലാലേട്ടനൊഴികെ പല പ്രമുഖർക്കും ഇനിയും നേടിയെടുക്കാനാവാത്തത് രജനീകാന്ത് ആദ്യ ദിവസം തന്നെ കൂലിയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുകയാണല്ലോ. 10 കോടിയോളം ഗ്രോസ് കളക്ഷൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന കൂലി എന്ന സിനിമയുടെ നാളെ വെള്ളിയാഴ്ചത്തെ കേരള പ്രീസെയിൽ റിപ്പോർട്ട് ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. അതുകൂടാതെ സിനിമയുടെ കേരള റൈറ്റ്സ് എത്ര കോടിക്കാണ് വിറ്റഴിച്ചത്, കേരളത്തിലെ സിനിമ വിജയിക്കാനായിട്ട് എത്ര കോടി നേടിയെടുക്കണം തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമേ നാളത്തെ പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ അത്ര മികച്ച അഭിപ്രായങ്ങളൊന്നും തന്നെയല്ല ലോകേഷ് സിനിമ നേടിയെടുത്തതെങ്കിൽ പോലും വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെങ്കിൽ പോലും 4 കോടി കേരള പ്രീസെയിലേക്ക് ഇപ്പോഴത്തെ ഈ രാത്രിയിൽ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് ആദ്യ ദിവസത്തെ കേരള പ്രീസെയിലിന്റെ പകുതി പ്രീസെയിലേക്ക് 2ാം ദിവസത്തെ പ്രീസെയിൽ എത്തപ്പെട്ടു എന്ന് സാരം. സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ആദ്യ ദിവസത്തെ ടിക്കറ്റുകളല്ല 2ാമത്തെയും 3ാമത്തെയും 4ാം ദിവസത്തെ വരെയുള്ള ടിക്കറ്റുകളെല്ലാം തന്നെ ലോകേഷിനെ വിശ്വസിച്ച് ഒരുപാട് പ്രേക്ഷകർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ 2ാം ദിവസത്തെ മികച്ച പ്രീസെയിലെ ലോകേഷിന്റെ മേലുള്ള നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ വിശ്വാസം ശരിവയ്ക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ സിനിമയുടെ ബ്രേക്ക് ഈവനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ HM അസോസിയേറ്റ്സ് ആണ് കൂലി കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പതിവ് പോലെ ഗോകുലം മൂവീസ് ഒന്നും തന്നെയല്ല. 14 കോടി രൂപയ്ക്കാണ് സിനിമയുടെ കേരള വിതരണം നടന്നിരിക്കുന്നത്. 14 കോടിക്ക് സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സിനിമ കേരളത്തിൽ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ 35-40 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണമെന്നാണ് റിപ്പോർട്ട്. എങ്കിൽ മാത്രമേ സിനിമ 14 കോടി കേരളത്തിൽ നിന്നും ഷെയർ ആയിട്ട് സിനിമയുടെ വിതരണക്കാരന് നേടിക്കൊടുക്കുകയുള്ളൂ, ലാഭകരമാകുകയുള്ളൂ. എന്തായാലും ലാഭകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിലവിലെ സിനിമയുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകേഷിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ കൂലിയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സമയമായിട്ടില്ല. കാരണം ലിയോ പോലും ആദ്യ ദിവസം 12 കോടി നേടിയെടുത്ത് ഏറ്റവും അവസാനം മിക്സഡ് അഭിപ്രായങ്ങൾ വന്നിട്ട് പോലും 60 കോടി ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരുന്നു. കൂലി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് ലിയോയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നേനെ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ ഇനി അതിന് സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും കാത്തിരിക്കാം കൂലി ബ്രേക്ക് ഈവൻ ആകുമോ, അതോടൊപ്പം തന്നെ കൂലിയുടെ ഫൈനൽ കേരള ഗ്രോസ് എത്ര എത്തുമെന്നൊക്കെ അറിയുവാനായിട്ട്. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്താണ്? കാത്തിരിക്കൂ കൂടുതൽ കൂലി വാർത്തകൾക്ക്.